മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളെ കുറിച്ചാണ്. നമുക്ക് ലിവർപൂളിന്റെ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലൂയിസ് ഡിയാസ് സാഗ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബയൺ മ്യൂണിച്ച് 75 മില്യന്റെ ഒരു വലിയൊരു പാക്കേജ് കൊടുത്ത് ഇപ്പോൾ ലൂയിസ് ഡിയാസിനെ സൈൻ ചെയ്തിട്ടുണ്ട്. 4 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് പുള്ളി സൈൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ലൂയിസ് ഡിയാസിന് കൊടുത്തിട്ടുണ്ട്. 28 വയസ്സുള്ള ഈ ഒരു വിങ്ങർ എനിക്ക് തോന്നുന്നു ബയണിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റ് ആയിരിക്കും. ഒരു ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് ലൂയിസ് ഡിയാസ്. അത് മാത്രമല്ല, ഇപ്പൊ ലിവർപൂളിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിച്ചാർഡ് ഹ്യൂഗ്സ് സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് വന്ന ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ 190 മില്യന്റെ സെയിൽസ് ആണ് ലിവർപൂൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് ന്യൂസ് ഫോർ ലിവർപൂൾ. ഓവറോൾ സ്റ്റാറ്റൊക്കെ നോക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് സൈൻ ചെയ്യുന്നുണ്ട് പ്ലേയേഴ്സിന്, അതുപോലെ തന്നെ നല്ല പൈസ കൊടുത്ത് പ്ലേയേഴ്സിനെ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ കാര്യങ്ങൾ പ്രോഫിറ്റിലേക്ക് പോകുന്നതാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ആരോൺ രാംസ്ഡെയിലിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. രാംസ്ഡെയിലിന്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പുള്ളിയുടെ കരിയറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രതീക്ഷയോടെ ആർസണലിലേക്ക് വന്നു. ആർസണൽ ഇനീഷ്യലി നല്ലൊരു പെർഫോമൻസ് ഒക്കെ കൊണ്ടുവന്നു, പക്ഷേ അവിടെ ക്ലച്ച് പിടിച്ചില്ല. പിന്നീട് ഡേവിഡ് ആയ വന്നതിന് ശേഷം പുള്ളിക്ക് അവസരങ്ങൾ കിട്ടാതായി, ആർസണൽ വിട്ടുപോയി. സൗത്ത് ആംപ്ടണിൽ പോയി ജോയിൻ ചെയ്തു. സൗത്ത് ആംപ്ടൺ ആണെങ്കിൽ റെലിഗേറ്റ് ആയിട്ട് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്നു നമ്മൾ കണ്ടു. ഇപ്പോൾ പുള്ളിയുടെ കരിയറിൽ തന്നെ 3-4 പ്രാവശ്യം റെലിഗേറ്റ് ആയിട്ട് ചാമ്പ്യൻഷിപ്പിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരാനുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് രാംസ്ഡെയിലിനെ തേടി എത്തിയിട്ടുള്ളത്. പുള്ളിയുടെ ഇപ്പോഴത്തെ കോൺട്രാക്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ലോൺ ഓപ്ഷൻ, അതുകൂടാതെ ഓപ്ഷൻ ടു ബൈ ക്ലോസും ന്യൂകാസിൽ യുണൈറ്റഡ് ഈ പ്ലെയറിന് കൊടുത്തിട്ടുണ്ട്. പ്ലെയറുടെ സൈഡിൽ നിന്ന് പേഴ്സണൽ ടേംസ് ഒക്കെ ഓക്കെ ആണ്. എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് സൗത്ത് ആംപ്ടണ് ഈ ഒരു പ്ലെയറെ സെല്ല് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ന്യൂകാസിൽ ഒരു കിടിലം പെർഫോമൻസ് ആരോൺ കൊണ്ടുവരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു ഗോൾ കീപ്പറുടെ ട്രാൻസ്ഫർ ന്യൂസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സിറ്റി 13 മില്യൺ കൊടുത്തിട്ട് ജെയിംസ് സ്ട്രാഫോർഡിനെ തിരിച്ച് സൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 14 മില്യൺ ബേൺലിക്ക് സിറ്റി വിറ്റിട്ടുള്ള പ്ലെയറാണ്. കോൺട്രാക്റ്റിൽ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ബൈബാക്ക് ക്ലോസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 27 മില്യൺ ബേൺലി ഇപ്പോൾ പറഞ്ഞു. ബാക്കിയുള്ള 13 മില്യൺ കൊടുത്തിട്ടാണ് ഇപ്പോൾ ജെയിംസ് സ്ട്രാഫോർഡിനെ സിറ്റി സൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ എഡേഴ്സൺ ഈ സീസൺ പുറത്തേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിറ്റിയുടെ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡേഴ്സൺ ഈ സീസൺ കൂടെ സിറ്റിയിൽ നിൽക്കും. ജെയിംസ് സ്ട്രാഫോർഡ് സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് സപ്പോർട്ടിന് വേണ്ടി ഉണ്ടാകും. പക്ഷേ ഓർട്ടേഗ ഈ ഒരു സമ്മറോടെ സിറ്റി വിടും എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നല്ലൊരു സീസൺ, നല്ലൊരു പെർഫോമൻസും ജെയിംസ് സ്ട്രാഫോർഡിന് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ബെഞ്ചമിൻ സെസ്കോവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എനിക്കൊന്ന് സെസ്കോന് വേണ്ടിയിട്ട് 2 ടീമുകൾ ഇപ്പോൾ രംഗത്തുണ്ട്. ന്യൂകാസിലിന്റെ കാര്യം നമുക്കറിയാം, അവരൊരു കിഡിലം പ്രപ്പോസലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് സെസ്കോയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂർ കളിക്കാൻ പറ്റും, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സാലറി, മറ്റ് പാക്കേജുകൾ, ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ ബെഞ്ചമിൻ സെസ്കോന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു ഡിസ്കഷനിലേക്ക് പതുക്കെ വന്നിട്ടുണ്ട്. യുണൈറ്റഡിന് ഒരു സ്ട്രൈക്കർ വേണം. ഇപ്പൊ സെസ്കോയുടെ പെർഫോമൻസ് കഴിഞ്ഞ സീസണൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പുള്ളിയുടെ പ്രൈസ് റേഞ്ചിൽ ഏത് ടീം എഗ്രി ആവും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പില്ല. കാരണം പുള്ളിക്ക് റിലീസ് ക്ലോസ് ഉണ്ട്, 70 to 80 മില്യൺ അടുത്തുള്ള റിലീസ് ക്ലോസ് പുള്ളിയുടെ കോൺട്രാക്റ്റിലുണ്ട്. പക്ഷേ പല ടീമുകളും നെഗോഷിയേറ്റ് ചെയ്ത ആ പ്രൈസ് ഒരു 60 അല്ലെങ്കിൽ 65 മില്യണിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ എക്കിട്ടിക്ക് ലിവർപൂളിലേക്ക് പോയതോടെ എന്തായാലും ന്യൂകാസിലിന് വേറെ ഓപ്ഷൻ ഇല്ല. അവരൊരു ബിഡിങ് വാറിലേക്ക് പോയാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ ചാൻസ് ന്യൂകാസിൽ തന്നെയാണ്. പക്ഷേ പ്ലെയർക്ക് ഇവിടെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അവർക്ക് യുണൈറ്റഡിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ ചിലപ്പോൾ ഒരു സാലറി കട്ടൊക്കെ എടുത്ത് യുണൈറ്റഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്.
അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നുന്നു ന്യൂകാസിലാണ് കൊടുക്കാൻ പോകുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലുക്മാന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അറ്റ്ലാന്റയുടെ എനിക്ക് തോന്നുന്നു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്റർ മിലാൻ ലുക്മാനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്കഷനൊക്കെ നടത്തി കഴിഞ്ഞു. പക്ഷേ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇവിടെ രണ്ട് ടീമുകളും ടോക്സ് അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് ഇന്റർ സൈഡിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത്. ലുക്മാന് ഒരു കിടിലം ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്റർ മിലാൻ പോലുള്ള ഒരു ക്ലബിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും. എന്തായാലും പുള്ളിയുടെ ട്രാൻസ്ഫറുമായിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഷാക്കയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പണ്ടത്തെ ആർസണൽ പ്ലെയർ ആയിട്ടുള്ള ഷാക്ക ഇപ്പോൾ സദർലാൻഡിലേക്ക് പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ബയർ ലെവർകൂസനിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലെവർകൂസൻ ഫാൻസിനടുത്ത് ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഒരു ഒഫീഷ്യൽ സദർലാൻഡ് പ്ലെയർ ആയിട്ട് ഷാക്ക മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്പർ 6 ആയാലും അല്ലെങ്കിൽ ഒരു പിവറ്റൊക്കെ കളിക്കാൻ വളരെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് പുള്ളി. എന്തുകൊണ്ട് പ്രീമിയർ ലീഗിൽ മറ്റ് ടീമിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പുള്ളിയുടെ ഏജൊക്കെ ഒരു പ്രശ്നം തന്നെ ആയിരിക്കാം. എന്തായാലും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്തൊരു മൂവാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.